ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. ആ ഒരു വെബിനാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ മുന്നിൽ ഇനി ഒരു 57 ഡേയ്സ് ആണ് ബാക്കിയുള്ളത് അല്ലേ. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എന്താണ് January 1 മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ January 1 മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇനി ഒരു 57 ഡേയ്സ് ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഈ ഒരു 57 ഡേയ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ CRF എന്നുള്ള നമ്മുടെ ഈ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടാവോ എന്നതാണ് ഈ ഒരു വെബിനാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു 57 ഡേയ്സ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റിലേക്ക് അല്ലെങ്കിൽ CRFലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതുപോലെ അതിനു മുന്നേ നിങ്ങൾ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റഡിയിങ് ആണോ, എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഓക്കെ, പറ്റുമെന്ന് പറയുന്നുണ്ട് ഫർസാന. ഫർസാന വർക്കിംഗ് ആണോ അതോ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണോ? പ്ലേ തരണേ. യെസ്, ട്രൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും എന്നത് തന്നെയാണ് അതിന്റെ റെസ്പോൺസ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ, അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ മുന്നിൽ ഒരു 57 ഡേയ്സ് ആണുള്ളത്. അപ്പൊ ഈ ഒരു 57 ഡേയ്സ് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് എന്തായാലും നെറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. നെറ്റ് ആണോ CRF ആണോ എയിം ചെയ്യുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. നിങ്ങൾ എയിം ചെയ്യുന്നത് നെറ്റ് ആണോ അതോ CRF ആണോ? നെറ്റാണ് എയിം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? നെറ്റിലേക്കാണോ CRFിലേക്കാണോ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റിന് വേണ്ടിയിട്ടാണല്ലേ. ഓക്കെ, അപ്പോ നമ്മുടെ നെറ്റ് എന്നുള്ള ഈ ഒരു സ്വപ്നം നമുക്ക് കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി നാളെ നാളെ എന്ന് വെച്ച് നിന്നാൽ നമുക്ക് എന്തായാലും അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആ ഒരു ന്യൂ ഇയറിൽ നമ്മുടെ ഒരു അറൌണ്ട് February 15th ഉള്ളിലായിട്ട് നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഒരവസ്ഥ എന്താന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അതോ ഡിസാറ്റിസ്ഫൈഡ് ആണോ, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, എന്താണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്നതുകൂടി ഒന്ന് പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഹസ്ന, ഫെമിന, മിസ്രിയ, ഫർസാന, നിങ്ങളൊക്കെ എവിടെ പോയി? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഡിസാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണല്ലോ അല്ലെ ഉദ്ദേശിക്കുന്നത്? ഏകദേശം കവർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഒക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി വെച്ചിരുന്നു. അല്ലാതെ കവർ ചെയ്തിട്ടില്ലേ ഫുള്ള്. ഓക്കെ, അപ്പോ നമ്മുടെ മുന്നിൽ നമുക്ക് പറയാൻ അങ്ങനെയാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ഡേയ്സിന്റെ ഉള്ളിൽ നമ്മുടെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുക എന്നത് നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ മുന്നിൽ നമുക്ക് തന്നിട്ടുള്ള NTA നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള CS സിലബസ് എന്ന് പറയുന്നതിൽ എന്തുണ്ട്, 10 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓരോ യൂണിറ്റ്, ഈ 10 യൂണിറ്റ് എന്ന് പറയുന്നതിനെ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 13 യൂണിറ്റ് വരെ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ ആ ഒരു യൂണിറ്റിൽ നമുക്ക് സ്ട്രക്ചേഴ്സിന്റെ ഭാഗം വരുന്നുണ്ട്, ഒപ്റ്റിമൈസേഷന്റെ പോർഷൻസ് ആ വരുന്നത്. ഓക്കെ, നമ്മൾ റെഫറൻസ് ബുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ 2 ഡിഫറെന്റ് ബുക്കുകളിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു യൂണിറ്റ് നമുക്ക് 2 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ള ഒരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു യൂണിറ്റിനെ 2 യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു പാർട്ടാണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ്. ഓക്കെ, അതുപോലെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലർ എന്ന മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലും എന്ത് വരുന്നുണ്ട്, 2 യൂണിറ്റ് വരുന്നുണ്ട്. TOC-യിലും PG ആൻഡ് എന്താണ് P&G പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും അതുപോലെ ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ DSO ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഇതിലൊക്കെ എന്ത് വരുന്നുണ്ട്, 2 യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ കംപ്ലീറ്റ് സിലബസ് അറൌണ്ട് 13 to 15 യൂണിറ്റ് ടോട്ടലി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഈ ഒരു 57 ഡേയ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ, അത് നമുക്ക് ആർക്കാണെങ്കിലും അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, നമ്മൾ എത്രത്തോളം ഹവേഴ്സ് സ്പെൻഡ് ചെയ്തു പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ബുക്ക് റീഡ് ചെയ്തു എന്നതിലപ്പുറം നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് എന്താണ് സക്സസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുക
ഉണ്ടാവുക നമുക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് അതിന് ഇന്ന ഓപ്ഷൻസിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എത്രത്തോളം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 57 ഡേയ്സിൽ നമ്മൾ പഠിക്കുന്നതും ആ ഒരു മെത്തേഡ് വെച്ചിട്ടായിരുന്നു. ഓക്കെ, അതായത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക എന്നതിലപ്പുറം നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മേ ബി സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അതായത് ഒരു ടോപ്പിക് നോക്കുന്ന സമയത്ത്, നമ്മുടെ സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടി വരുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം. അതായത് ഒരു 2019 മുതൽ 2025 വരെ അറൌണ്ട് ഒരു 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എന്തായാലും അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടി വരുന്നുണ്ടാവും. എന്നാൽ അതിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു 57 ഡേയ്സിന്റെ ഉള്ളിൽ നെറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറയുന്നത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ലാസ്റ്റിലേക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ അനലൈസ് ചെയ്യണം, അത് വെച്ചിട്ട് പഠിക്കണം. അതാണ് നമ്മുടെ ക്വിക്ക് നോട്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ യൂണിറ്റിനും ഫോക്കസ് ഏരിയ ഉണ്ടാവില്ലേ, ആ ഒരു ഫോക്കസ് ഏരിയ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമായിരിക്കണം ഈ ഒരു 57 ഡേയ്സിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഓരോ ടോപ്പിക്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം ഏതൊക്കെ ടോപ്പിക്സ് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന്? ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയോ? അതായത് നമ്മുടെ 10 മൊഡ്യൂളിൽ ഏതൊക്കെ മൊഡ്യൂളുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അറിയോ? മൊഡ്യൂൾ ജസ്റ്റ് പറഞ്ഞുതരാം. ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ വരുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വരുന്നുണ്ട്, ഓക്കെ, DBMS വരുന്നുണ്ട്, OS വരുന്നുണ്ട്, SC വരുന്നുണ്ട്, DS വരുന്നുണ്ട്, അതുപോലെ TOC ആൻഡ് കമ്പൈലർ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരുന്നുണ്ട്, AI വരുന്നുണ്ട്. ഈ ഒരു 10 മൊഡ്യൂളുകൾ ഏതൊക്കെ മൊഡ്യൂൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് ആരെങ്കിലും ജസ്റ്റ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ മുന്നേ? യെസ് ഓർ നോ? അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം മൊഡ്യൂളുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ളത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഒന്ന് റിപ്ലൈ തരുമോ? നിങ്ങൾ മുന്നേ അനലൈസ് ചെയ്തിട്ടുണ്ടോ? OS, കമ്പൈലർ, DBMS, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷനിൽ ടോട്ടലി നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ 7 ടോപ്പിക് വരുന്നുണ്ട്. അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ബൂളിയൻ അൽജിബ്ര എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ബൂളിയൻ അൽജിബ്ര നമുക്ക് ഏത് മൊഡ്യൂളിലൂടെ പഠിക്കാനുണ്ട്? AI ആൻഡ് കമ്പൈലർ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൂളിയൻ അൽജിബ്രയിൽ നമുക്ക് ഈ ഒരു സെയിം ടോപ്പിക് ഏത് മൊഡ്യൂളിലൂടെ പഠിക്കാനുണ്ട്? CSAയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ബൂളിയൻ അൽജിബ്ര എന്നുള്ള ആ ഒരു ബൂളിയൻ ബൂളിയൻ എക്സ്പ്രഷൻ എന്നുള്ള ടോപ്പിക് നമുക്ക് CSAയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ DSOയില് നമ്മൾ ഈ ഒരു പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുപോലെ നമുക്ക് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? ഗ്രാഫ് തിയറി. ഓക്കെ, ഈ ഒരു ഗ്രാഫ് തിയറി നമുക്ക് DSOയിൽ വരുന്നുണ്ട്, സെയിം ടോപ്പിക് നമുക്ക് ഏതിൽ വരുന്നുണ്ട്? DS-ൽ വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്ന് ഗ്രാഫ് തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് മൊഡ്യൂളിൽ അത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓരോ യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ടാവില്ല, അത്രയും പോർഷൻസ് നമ്മൾ അവിടെ കവർ ചെയ്തു ഇവിടെയും കവർ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പോർഷൻസ് അവിടെ കവർ ആയിട്ടുണ്ടാവും. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്നതുമാണ് എന്ത്? ഈ ഒരു ബൂളിയൻ അൽജിബ്രയും അതുപോലെ തന്നെ ഗ്രാഫ് തിയറി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ എന്ത് വരുന്നത്? PYQs-ന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? PYQs റിപ്പീറ്റ് അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ടോ മുന്നേ എപ്പോഴെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിൽ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയൂ. ഐശ്വര്യസ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഒരു PYQs-ഉം കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ PYQs എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതായത് ചില പ്രാവശ്യങ്ങളിൽ ആ ഒരു PYQ അതുപോലെ റിപ്പീറ്റ് അടിച്ച് വരാറുണ്ട്. അതായത് സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു PYQ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെയിം ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺഫിഡന്റോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ? അതായത് ആ ഒരു സെയിം ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് പറയാ, മീൻസ് ആ ഒരു എക്സാം ഹോളിൽ നിന്ന് ആ ഒരു ഫിയർ ഒക്കെ പോകുന്നുണ്ടാവും. അവിടെ നമുക്ക് എന്തായാലും ഒരു 2 മാർക്ക് കിട്ടിയെന്ന്
എന്നൊരു കോൺഫിഡൻസ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ PVQസും, അതായത് ഒരു 2019 മുതൽ 2020-25 വരെയുള്ള ടോട്ടൽ എല്ലാ PVQസും മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പൊ ഈ ഒരു PVQ എന്ന് പറയുന്ന സമയത്ത് ഓരോ ഇയറിലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുണ്ട്? എന്താണ് ടേം ഉണ്ട്. ആ ഒരു 2 ടേമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. 200 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് അവിടെ CS കിട്ടുന്നുണ്ടാവും, ഇല്ലേ? അപ്പോൾ ഇത്രയും ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തവണ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു PVQ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അത് കാണാണ്ട് പഠിക്കുക എന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുന്നുണ്ടോ? ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു PVQ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ നോക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞു സെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്നുള്ളത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജൂൺ 2025 സെയിം ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് മുന്നേ വന്നിട്ടുള്ള 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു മാറ്റവും വരുത്താതെ അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം, ആൻസർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആൻസർ ചെയ്യാം. ആൻസർ അറിയെങ്കിൽ ചെയ്യാട്ടോ. ജസ്റ്റ് മേക്കർ ഓപ്ഷൻ ആണ്. അറിയുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യാം. അതായത് ജൂൺ 2025 വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണിത്. അതായത് എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ള DBMS എന്നാണ് വന്നിട്ടുള്ളത്. ഇൻ എ റിലേഷണൽ ഡാറ്റ മോഡൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയി നമുക്ക് വരുന്നത് എന്നതായിരുന്നു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ JRF ക്ലബിൽ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആപ്പിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് ജസ്റ്റ് കാണിച്ചതാണ്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 8 CSE 2022 എന്നാണ്. അതായത് നമുക്ക് നെറ്റിന് വരുന്ന പല ക്വസ്റ്റ്യൻസും ചിലപ്പം എന്താവാം, ഗേറ്റിന് കൂടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഇതും എന്താണ് ജൂൺ 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുന്നേ സെയിം റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് യൂസർ ബേസ് നോളജ് ബേസ് ഡിസൈനിങ് ആണ്. ഈ ഒരു സെയിം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നോളജ് ബേസ് ഡിസൈനിന്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചില ടൈമിൽ എക്സാമിൽ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ PYQ പോലും മിസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് എടുക്കേണ്ട ഒരു ഡിസിഷൻ. ഇന്ന് മുതൽ നിങ്ങൾ മാക്സിമം PYQs ചെയ്യുന്നുണ്ടാവണം. എല്ലാ PYQസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും വേണം. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താ വരാറുള്ളത്, സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അതുപോലെ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു ടേമിൽ വേറെ എന്തെങ്കിലും ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം, ഇവിടെ നോക്കുക. ജൂൺ 2025 തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. എ പോസിറ്റീവ് ഇൻറ്റീജർ സെലക്ടഡ് അറ്റ് റാൻഡം ഫ്രം ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നോട്ട് എക്സീഡിംഗ് 200 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഐദർ 2 or 5 എന്നതായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 2 3/5 ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. JRF ക്ലബിലും അതുപോലെ PYQ ഡിസ്കഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന JRF ക്ലബ് സെഷനിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ എന്ന് വന്നിട്ടുണ്ടായിരുന്നു, ജൂൺ 2023 വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ സെയിം പാറ്റേൺ ആണ്, ആ ഒരു സെയിം സെന്റൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇവിടെ വന്നത് ഇവിടെ എന്താ, നോട്ട് എക്സീഡിങ് 200 എന്നതിന് പകരം ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോട്ട് എക്സീഡിങ് 100 എന്നായിരുന്നു. ഓക്കെ, സെയിം ആണ്, 2 or 5 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ആ ഒരു സെയിം പാറ്റേണും കാര്യങ്ങളും ഒക്കെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് അതിലുള്ള ചെറിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സിന് ചേഞ്ച് ചെയ്തിട്ടും വരാറുണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടുത്തെ ഓപ്ഷൻ എന്താ വന്നിട്ടുള്ളത്, 3/5 ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലും ഇവിടെ
മാറ്റിയിട്ടില്ല. ഓക്കെ, ജൂൺ 2023 വന്ന ആ ഒരു സെയിം ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. 3/5 തന്നെയായിരുന്നു അവിടെ ആൻസർ. പക്ഷെ എന്ത് ചെയ്തു, ഇവിടെ 100 എന്നതിന് പകരം 25 അത് എന്തായിട്ട് ചോദിച്ചു, 200 എന്നായിട്ട് ചോദിച്ചു. ഓക്കെ, അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ അനാലിസിസ്, അതായത് 2025 ക്വസ്റ്റ്യൻസ് ടോട്ടലി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സെയിം ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ സെയിം റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അതുപോലെ ഒരു 55 ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു PYQ എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്, അതായത് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ആയിട്ട് 43 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്മുടെ 100 ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ടൈമിൽ വന്നിട്ടുള്ള 100 ക്വസ്റ്റ്യൻസും എന്തായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതിലൊറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്ക് കംപ്ലീറ്റ്ലി പുറത്തുനിന്നാണ് പറയാനുള്ളത് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം ഇതെന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കണം നമ്മൾ ഈ ഒരു 55 ഡേയ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഇൻഡയറക്ട്ലി കണക്റ്റഡ് എന്നതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ജൂൺ 2025 വന്നിട്ടുള്ള ഒരു കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ചോദിച്ച കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 അഡ്രസ് കോഡാണ്. ഓക്കെ, അറൌണ്ട് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു 3 അഡ്രസ് കോഡിന് വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 10 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിലുള്ള ഒരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ജൂൺ 2024 ഇപ്പം ഈ ഒരു 3 അഡ്രസ് കോഡ്, ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് കമ്പൈലറിലാണ്. കമ്പൈലറിൽ എന്താണ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ വരുന്ന ഒരു ടോപ്പിക് ആണത്. ഓക്കെ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ വരുന്ന ടോപ്പിക്കാണ്. പക്ഷെ ഈ ഒരു ടോപ്പിക് എന്താണ്, നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞതല്ല. ഓക്കെ, അതായത് ടോപ്പിക് ഔട്ട് ഓഫ് സിലബസ് ആണ്. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കി കഴിയുകയാണെങ്കിൽ ജൂൺ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഉള്ളിൽ എന്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ടേം ആയിട്ട് ഈ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്ര മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ സിലബസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PYQലോ അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് എവിടെ ഇത് പഠിക്കാനില്ല, എവിടെ ഇത് വന്നിട്ടില്ല. പക്ഷേ ഇവരെന്തെന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു 24 ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് അത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ആ ഒരു ഓപ്ഷൻ മാത്രം വെച്ചിട്ട് ഈ ഒരു 3 അഡ്രസ് കോഡ് എന്താ, അതിന്റെ കൺസെപ്റ്റ് എന്താ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 5 ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് PYQ ആയിട്ടുള്ള കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് മുന്നേ വന്നത് എവിടെയാന്ന് വെച്ചാൽ മാർച്ച് 2023 വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല, ജസ്റ്റ് എന്താ പറഞ്ഞത്, ഇന്റർമീഡിയറ്റ് കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രം. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, 3 അഡ്രസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നാണ് നെക്സ്റ്റ് ടേമിൽ ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഈ ഒരു 5 ക്വസ്റ്റ്യൻ, അതായത് 2 പ്രാവശ്യം പോലെ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം എന്ന് എക്സ്പെക്ട് ചെയ്യാം എന്ന രീതിയിലേക്ക് ഒരു ഹിന്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ലാസ്റ്റ് ടൈമിൽ എന്ത് വന്നിട്ടുള്ളത്, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇൻഡയറക്റ്റ് കണക്ഷൻ ആണ്. അതായത് ഡയറക്റ്റ് സെയിം സിമിലർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ ഒന്നുമല്ല, വേറെ എവിടെയും നമ്മുടെ സിലബസിൽ പോലും ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും സിലബസിൽ പറയാതെ ചില ടോപ്പിക്സ് എക്സാമിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എല്ലാ PYQസും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, ആ ഒരു ഓപ്ഷൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ ഇൻ ഡെപ്ത് അത് എന്താണ് പറയുന്നത്, ബാക്കി ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റായി പോയി എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ JRF ക്ലബിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. JRF ക്ലബിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കും. ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെറുതെ അതെന്താ ഓപ്ഷൻ എന്താ എന്നുള്ള ഡിസ്കസ് ചെയ്യുന്നതിന് അപ്പുറം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്താണ്, നിങ്ങൾക്ക് ഇന്നലെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നോ, JRF ക്ലബിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഓർണോ, ആരെങ്കിലും JRF ക്ലബിൽ ഉണ്ടായിരുന്നവരുണ്ടോ എന്നൊന്ന് പറയുമോ? സന്ധ്യ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ JRF ക്ലബിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നത് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെ ഈ 3 അഡ്രസ് കോഡിന്റെ കാര്യങ്ങൾക്ക് അന്നത്തെ JRF ക്ലബിലും കാര്യങ്ങളും നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആൻസർ എന്തുകൊണ്ട് ശരിയായി എന്തുകൊണ്ട് തെറ്റായി എന്നതും നമ്മൾ എന്ത് ചെയ്യണം, നോക്കി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ
പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ജാഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ തന്നെ സ്റ്റുഡന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ ജസ്റ്റ് നിനക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ആരൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ കവർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതാരായിരുന്നു പറഞ്ഞേ? ശ്രീയാണോ? ഫുൾ കവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? യെസ്, ഫുൾ കവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു സ്റ്റുഡന്റ് ലാസ്റ്റ് ടൈമിൽ ജാർഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്, സുമയ്യ എന്നാണ് നെയിം. അപ്പൊ ആള് എന്ത് ചെയ്തിട്ടില്ല, ഫുൾ പോർഷൻസ് കവർ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ടോപ്പിക്, അതായത് ഡാറ്റ സ്ട്രക്ചറിൽ ആ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ അതുപോലെ ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഈ ഓരോ യൂണിറ്റ് നോക്കുന്ന സമയത്ത് ഇത് ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള, നമ്മുടെ ആപ്പിലുള്ള വീഡിയോസ് ആണെങ്കിലും ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇവിടെ. ഓക്കെ, അറൌണ്ട് 66% ആണ് ആള് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആൾക്ക് ജാർഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നോക്കുക, ഇത് കംപ്ലീറ്റ് കാറ്റഗറൈസ്ഡ് PYQs, അതായത് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടും എത്രത്തോളം PYQ ആപ്പിൽ ഉണ്ടായിരുന്നു അതെല്ലാം ആള് വൃത്തിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്യുക എന്നതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പോർഷൻ കവർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് നെറ്റ് ജാർഫ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് വരുന്നത്. ഓക്കെ, ജാർഫ് തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കണം. അതുപോലെ അതിലുള്ള ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഓരോ ടേമിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ബാക്കിയുള്ളത് മിസ്റ്റേക്ക് വന്നു എന്നത് വരെ നമ്മൾ നോക്കി അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത്തവണ തന്നെ ഈ ഒരു 57 ഡേയ്സിന്റെ ഉള്ളിൽ നെറ്റ് അല്ലെങ്കിൽ ജാർഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു ഡൗട്ട് ആയിരിക്കും, ഏത് യൂണിറ്റിനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും അറിയോ ഏത് യൂണിറ്റിനാണ് കൂടുതൽ വെയിറ്റേജ് എന്ന്? അറിയോ? അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഓൺ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. ആർക്കെങ്കിലും അറിയോ നമ്മുടെ 10 യൂണിറ്റ് വരുന്നതിൽ ഏത് യൂണിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്? യെസ് എന്ന് പറയുന്നുണ്ട് സന്ധ്യ. ഏത് യൂണിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അറിയെങ്കിൽ നിങ്ങൾക്ക് പറയാം. OS തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് നോക്കിയാലും മനസ്സിലാവുന്നുണ്ടാവും. അതായത് ജസ്റ്റ് യൂണിറ്റ് വൈസിൽ ഓരോ ഇയറിലും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടാവും, ഡിസ്ക്രീറ്റ് സ്ട്രക്ചറിൽ ജൂൺ 2024 ഒരു 14 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അത് ഓഗസ്റ്റിലായപ്പോൾ 10 ആയി, ജനുവരിയിലായപ്പോൾ 9 ആയി, ജൂൺ 2025 ലാസ്റ്റ് ടേമിൽ ഈ ഒരു ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ യൂണിറ്റ് ഉണ്ട്. അവിടെ നോക്കാം, കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിന്റെ കേസിലാണെങ്കിൽ എല്ലാ ടേമിലും ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു 4 ടേമിലും അറൌണ്ട് 11, 12 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ജൂണിൽ 12 ആയിരുന്നു, ഓഗസ്റ്റിൽ അത് എന്തായി, അത് 11 ആയി മാറി, ജനുവരിയിൽ അത് 12 ആയി, ജൂണിൽ അത് വീണ്ടും 11 ആയി മാറി, നെക്സ്റ്റ് ഡിസംബറിൽ അത് 12 ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റും ഏത് യൂണിറ്റിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഈ ഒരു PPT-ൽ അത് ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. കാരണം നിങ്ങൾ ഇപ്പൊ ഈ യൂണിറ്റിനായി ഇമ്പോർട്ടന്റ് എന്നൊന്നും ഇങ്ങനെ നോക്കി പോകേണ്ട ആവശ്യമില്ല. എത്ര ക്വസ്റ്റ്യൻ വന്നിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവിടെ ഓരോ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിലാണ് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് 11% അല്ലെങ്കിൽ 12% ക്വസ്റ്റ്യൻസ് ആ ഒരു യൂണിറ്റിൽ നിന്നും എപ്പോഴും വന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ടേമിൽ ഒരു 4 ക്വസ്റ്റ്യൻ നമ്മൾ 4 ടേമിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 11, 12 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നിന്നും ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് അൽഗോരിതം കേട്ടോ. ഫസ്റ്റ് ടേമിൽ അതായത് ഡിസംബറിൽ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന CPU ഷെഡ്യൂളിംഗ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, CPU ഷെഡ്യൂളിംഗ് ആയിരുന്നു ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ജൂണിൽ ഇതിൽ നിന്ന് ഡിസ്ക് ഷെഡ്യൂളിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. മേ ബി നെക്സ്റ്റ് ടൈം അത് ചേഞ്ച് ആവാനുള്ള ഇതുണ്ട്, മീൻസ് പോസിബിലിറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇതാണ് ഇതിൽ തന്നെ വരുന്ന വേറൊരു കൺസെപ്റ്റ് ഇതുപോലെ വരുന്നതുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു എന്താണ്, ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുന്നത്. അല്ലെങ്കിൽ CPU ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡിസ്ക് ഷെഡ്യൂളിൽ നിന്നുള്ള എന്താണ് കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നൊരു യൂണിറ്റ് ആണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആട്ടോ. ഇതിൽ നിന്നും മേ ബി ക്വസ്റ്റ്യൻസ് വന്നേക്കാം. നമുക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പേജ് റീപ്ലേസിംഗ് അൽഗോരിതത്തിന് മേ ബി നെക്സ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു അൽഗോരിതത്തെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കുക പഠിക്കുന്ന സമയത്ത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ TOC ആണ് മൂന്നാമത് വെയിറ്റേജ് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് അറൌണ്ട് 10 to 13% ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് 13 ക്വസ്റ്റ്യൻ വരെ TOCയിൽ നിന്നും വരുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ടേമിലും അത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലർ ആയിരുന്നു. ഓക്കെ, ദെൻ അടുത്ത വെയിറ്റേജ് വരുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഇതിൽ നിന്നും എന്താണ് 10-11 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 യൂണിറ്റിൽ, അതായത് ഈ ഒരു 4 യൂണിറ്റിൽ നിന്നും ഇതുവരെ 10ൽ താഴേക്ക് ക്വസ്റ്റ്യൻസ് പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 4 യൂണിറ്റും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ ഈ ഒരു യൂണിറ്റിൽ കൂടുതൽ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്ന PDF. ഓക്കെ, ഞാനത് നോക്കാം. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അതിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചെടുത്താൽ മതി. അതായത് ഓരോ യൂണിറ്റും ഇമ്പോർട്ടന്റ് ഏതിനാണ് വരുന്നത്, എത്ര പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് അറൌണ്ട് അതിൽ നിന്ന് വരുന്നുണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരു യൂണിറ്റും ഇതിൽ നിന്ന് മാക്സിമം നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഞാൻ പറഞ്ഞു 57 ഡേയ്സ് ആണ് ഉള്ളത് ഇല്ലേ. അപ്പൊ ഈ ഒരു 57 ഡേയ്സിൽ നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫുൾ യൂണിറ്റ് അതുപോലെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എന്നാൽ വെയിറ്റേജും കൂടി നോക്കണേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കംഫർട്ട് ആയിട്ടുള്ള ഒരു 7 യൂണിറ്റ് നമ്മൾ വൃത്തിക്ക് കവർ ചെയ്യാം. 7 യൂണിറ്റ് കേട്ടോ. ഈ ഒരു 7 യൂണിറ്റ് നിങ്ങൾ വൃത്തിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള യൂണിറ്റ് ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഈ ഒരു കവർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിൽ വന്നിട്ടുള്ള ആ ഒരു ഏരിയാസ്, ആ ഒരു കൺസെപ്റ്റ് കവർ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ഇതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ 55 ഡേയ്സ് ആണ്. അതായത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എൻഡ് ചെയ്യുന്നത് 29, അതായത് December 29 എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം, അതായത് ഈ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് ആ ഒരു പോർഷൻസ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഫോക്കസ് ഏരിയ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് നമ്മുടെ കേസിൽ വരുന്ന കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷൻസ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ. Day 1, അതായത് നാളെ നമുക്ക് ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും കിട്ടുന്നത് നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു ഇത് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഡേയ്സിലും ഡെയിലി ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെയിലി ടെസ്റ്റ് നിങ്ങൾ ഇന്നിപ്പോ നമുക്ക് പേപ്പർ 2ന്റെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡെയിലി ടെസ്റ്റ് നാളെ ഈവനിങ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഡെയിലി ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം ഈ ഒരു 2 മന്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ടെസ്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു PYQs നമ്മൾ ഒരു വട്ടം അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആൻസർ കീ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് അത് പഠിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേയിൽ അതിന്റെ ഡിസ്കഷൻ, ആ ഒരു ലൈവ് ആയിട്ട് അതിൽ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് കറക്റ്റ് ആയില്ല എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡെയിലി ടെസ്റ്റ് ഡിസ്കഷനിൽ വരുന്നത്. അതുപോലെ ഈ ഫെറിസം റൂമിൽ ക്ലാസ്സുകൾ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. ദെൻ ഇതിൽ വരുന്ന നെക്സ്റ്റ് ഒരു സെഷൻ എന്ന് പറയുന്നത് JRF ക്ലബ് ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും JRF ക്ലബ് എന്താന്നുള്ളത്. ഓക്കെ, അതുപോലെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്തുണ്ട്, നമുക്ക് ഡെയിലി ടെസ്റ്റ് വരുന്ന പോലെ വീക്കിലി മോഡൽ എക്സാം, എന്താണ് മന്ത്ലി ആവുന്ന സമയത്ത് മന്ത്ലി മോഡൽ എക്സാം വരുന്നുണ്ട്. വീക്കിലി ആവുന്ന സമയത്ത് വീക്കിലി ടെസ്റ്റും വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ എന്ത് വരുന്നുണ്ട്, റിവിഷനും വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്റ്റഡി പ്ലാനിൽ വരുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇതുവരെ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് പേജ് ഒന്നുകൂടി കാണിക്കോ? ലാസ്റ്റ്, യെസ്, ഇതാണോ? അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ ഞാൻ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഇവിടെ കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ് അത്യാവശ്യം വരുന്നുണ്ട്, ഒരു 6 പേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു PPT കാണിക്കുന്നതിൽ ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് മാത്രം ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും.
ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കേസിൽ ആപ്പിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മളത് വാച്ച് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക. ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു 57 ഡേയ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. എനിവൺ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ UGC നെറ്റ് December 2025 ക്രാഷ് കോഴ്സ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അപ്പൊ ആ ഒരു ക്രാഷ് കോഴ്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടുന്നുണ്ടാവും. ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷൻസ് കിട്ടുന്നുണ്ടാവും, അതുപോലെ വീക്കിലി ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, JRF ക്ലബ് ഉണ്ടായിരിക്കും, റിവിഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ 24 അവർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ക്വിക്ക് നോട്ട്സ്, കാറ്റഗറൈസർ മെറ്റീരിയൽ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. വേറെ എന്തെങ്കിലും ബേസിക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കുന്നുണ്ടോ? ഇമ്പോർട്ടൻസ് പോർഷൻസ് മാത്രമാണ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഇതിൽ കവർ ചെയ്യുന്ന രീതിയിലല്ല സ്റ്റഡി പ്ലാനിൽ കൊടുക്കുന്നത്. നമ്മുടെ സെഷൻസ് ആണെങ്കിലും എന്തല്ല കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലല്ല വരുന്നത്. സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, പക്ഷെ എന്തല്ല സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെഷൻസ് എടുക്കാറില്ല. അതിന്റെ മെയിൻ റീസൺ സിലബസിൽ കംപ്ലീറ്റ് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സാമിന് വരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതുവരെ ഒരു 2019 മുതൽ അതുപോലെ 2025 വരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുമാണ് ഇതിൽ കൊടുക്കുന്നത്. ക്രാഷ് കോഴ്സിന്റെ ഫീസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്പറിൽ കണക്ട് ചെയ്യേണ്ടി വരും. ആക്ച്വലി എനിക്ക് ഫീസ് എത്രയാന്നുള്ളത് പറയില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടിപൊളിയായിട്ട് പഠിക്കാം. ഇത്തവണ നിങ്ങൾക്കും നെറ്റ് അല്ലെങ്കിൽ JRF ഹോൾഡർ ആവാൻ സാധിക്കട്ടെ. ഓക്കെ. താങ്ക് യു. മിസ് യെസ്, ചോദിക്കൂ. മിസ്